ഹൈ ഓൾ ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയുടെ പുതിയ സിലബസ് വന്നിരിക്കുകയാണ്. ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ ആ ഒരു ആശങ്കയിലാണെന്ന് എനിക്കറിയാം. കാരണം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കഴിഞ്ഞ തവണത്തെ ഐഒയുടെ സിലബസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പുതിയൊരു സിലബസ് ആണ് നിലവിൽ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കവർ ചെയ്ത് എടുക്കാനും ഇതിൽ നിന്ന് മാക്സിമം MCQs ചെയ്ത് റിവിഷൻ ചെയ്ത് നിങ്ങൾക്ക് നല്ല സ്കോർ നേടാനും സാധിക്കും. അതിന് സഹായിക്കുന്ന വിധത്തിൽ 100% സിലബസ് കവർ ചെയ്തിട്ടുള്ള ഐ പ്ലസ് 100% സിലബസ് കവർ ചെയ്തിട്ടുള്ള കോഴ്സാണ് ഐ പ്ലസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഈ പുതിയ സിലബസ് അനുസരിച്ച് എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ കവർ ചെയ്തിട്ടുള്ള 100% സിലബസ് കവർ ചെയ്തിട്ടുള്ള കോഴ്സ് ഐ പ്ലസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 26th മുതൽ നിങ്ങൾക്കത് കിട്ടിത്തുടങ്ങും. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് എൻറോൾ ചെയ്യാൻ സാധിക്കും. നിലവിൽ ഐ പ്ലസിന്റെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർ യാതൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ കോഴ്സ് കിട്ടും. നിങ്ങൾ യാതൊരു തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പുതിയ ഉദ്യോഗാർത്ഥികൾ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ചെറിയ ഫീസിൽ നമ്മുടെ ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതോടൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിന്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയുകയും ചെയ്യാം. അപ്പോൾ വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് കോഴ്സിൽ എൻറോൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സിലബസ് ഡിസ്കഷനിലേക്ക് കടക്കട്ടെ. നമുക്കറിയാം 3 ഭാഗമായിട്ടാണ് ഈ സിലബസ് PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി. KTUന്റെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ഫസ്റ്റ് ഇയറിലും ഒക്കെ പഠിക്കുന്ന ടോപ്പിക്കുകളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. തൊട്ട് മുൻപ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, അതായത് ഇതേ വകുപ്പിലേക്ക്, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് വകുപ്പിലേക്ക് തന്നെ നടത്തിയിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ്. അതിലെ മാനേജ്മെന്റ് ടോപ്പിക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റുള്ള ടോപ്പിക്കുകൾ അതേപോലെ നിലനിർത്തി. മറ്റ് വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ PSC മെനക്കെട്ടിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് അതേ സിലബസ് അതേപോലെ ഐഒയ്ക്ക് വേണ്ടിയിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആദ്യം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് 40 മാർക്കിന്. മൊഡ്യൂൾ 1 നോക്കുകയാണെങ്കിൽ 8 മാർക്സ് ലീനിയർ ഓൾജിബ്ര. മൊഡ്യൂൾ 2 കാൽക്കുലസ് 12 മാർക്ക് ഉണ്ട്. മൊഡ്യൂൾ 3 4 മാർക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. മൊഡ്യൂൾ 4 പ്രൊബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന് 12 മാർക്കുണ്ട്. മൊഡ്യൂൾ 5 4 മാർക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സിനുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ സിലബസ് കിടക്കുന്നത്. ഇതിലൊക്കെ കുറെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷയ്ക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അതൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ പുതിയ ക്ലാസ്സുകൾ അല്ലെങ്കിൽ പുതിയ രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. അതിന് മുന്നേ പറയട്ടെ, ഐ പ്ലസ് ഈ പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ഫ്രീ വെബിനാർ ഒരുക്കുന്നുണ്ട്. വെബിനാറിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇതോടൊപ്പം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വെബിനാറിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ഫോം ഫില്ല് ചെയ്യുന്നവരെ നമ്മൾ അറിയിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് 30 മാർക്കിനാണ് ഉള്ളത്. അതില് ഫസ്റ്റ് മൊഡ്യൂൾ 3 മൊഡ്യൂളാണ് ടോട്ടൽ ഉള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ അപ്ലൈഡ് ഒപ്റ്റിക്സ് 10 മാർക്കിനുണ്ട്. ദെൻ മൊഡ്യൂൾ 2 സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അതിനും 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ സെമി കണ്ടക്ടറും സൂപ്പർ കണ്ടക്ടറും ഒക്കെ പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 3 അക്കോസ്റ്റിക്സ്, അതിൽ പ്രധാനമായിട്ട് അക്കോസ്റ്റിക്സ്, അൾട്രാസോണിക്സ്, NDT തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണം. അതിനും 10. അങ്ങനെയാണ് 30 മാർക്ക് അതിന്. ദെൻ ഫൈനലി മൂന്നാമത്തെ പാർട്ട് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആണ്. 30 മാർക്കാണ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രിക്ക് ഉള്ളത്. കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്, അതിലെ നാനോ മെറ്റീരിയൽസ്, ഗ്ലാസ്, പോളിമേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ്. അതിൽ 10 മാർക്ക് കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്. അത് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് ഡിവിഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ്, അതിൽ തെർമൽ അനാലിസിസ്, ക്രൊമാറ്റോഗ്രഫി, സ്പെക്ട്രോസ്കോപ്പി, ഇത്രയും കാര്യങ്ങൾ അതിൽ പഠിക്കണം. കഴിഞ്ഞ തവണത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷയിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ പോകാനായിട്ട്. മൂന്നാമത്തെ മൊഡ്യൂൾ എൻവയോൺമെന്റ് ആണ്. എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനുമാണ് അതിലുള്ളത്. 10 മാർക്കാണ് അതിനും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരെയും സംബന്ധിച്ചും ഈ ഐഒയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ഇത് പുതിയൊരു അനുഭവം തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴേ സിസ്റ്റമാറ്റിക് ആയിട്ട് തയ്യാറെടുത്താൽ, നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, റിവിഷൻ ഉൾപ്പെടെ തീർത്ത് നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട്, നല്ലൊരു ജോലിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതിന് ഐ പ്ലസിന്റെ കോഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സ് നമ്മുടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഒന്നിച്ച് പഠിച്ച് നന്നായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് റാങ്കിലേക്ക് എത്താം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.